അത് സാർ സത്യപാലനാണ്. അറിഞ്ഞു സാർ. സാർ അതൊരു അബദ്ധം പറ്റിയതാ. സോറി സാർ. ഞാൻ പ്രകാശിനോട്ട് സംസാരിച്ചോളാം. ഇല്ല സാർ, ഇല്ല ഇല്ല ഇല്ല, മേലിനി അങ്ങനെ ഉണ്ടാവില്ല സാർ. എന്തൊരു കഷ്ടമാണ് മനുഷ്യന്റെ മാനം കളയാനായിട്ട്. ആർച്ചേ, നീ ഒരൊറ്റൊരാള് കാരണം എന്റെ മാനം പോയി. ഇപ്പൊ DYSP സാർ എന്നെ വിളിച്ചേക്കാ. ഞാനെന്തോ ചെയ്തു? നീ എന്ത് ചെയ്തെന്നോ? നിന്റെ ഒറ്റൊരാളുടെ വാക്ക് കേട്ടിട്ടില്ലേ ഞാൻ ആ ദിനേശനും പ്രകാശനും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെട്ടത്? ഞാൻ എന്താ പറഞ്ഞത്? ദിനേശനും പ്രകാശനും തമ്മിൽ വൻ പ്രശ്നമാണ്. ദിനേശൻ എന്റെ അടുത്ത് പരാതിയുമായി വന്നു, പ്രകാശനെ വിളിച്ചൊന്ന് സംസാരിക്കണമെന്ന്. സത്യേട്ടൻ എന്താ ചെയ്തത്? പ്രകാശനെ വിളിച്ച് സംസാരിച്ച് അവന്റെ കരണക്കുറ്റിയൊക്കെ ഒന്ന് പൊട്ടിച്ചു. അത് പിന്നെ ഒരു പോലീസുകാരനോട് സംസാരിക്കേണ്ട ഭാഷയിലല്ല അവൻ സംസാരിച്ചത്. ഞാൻ വളരെ മാന്യമായിട്ട് അവനോട് സംസാരിച്ചപ്പോൾ അവൻ ഫുൾ എൻ്റെ അടുത്ത് ഉടക്കലേന്. ദേഷ്യം വന്നപ്പോൾ ഞാൻ ഒരെണ്ണം അങ്ങ് പൊട്ടിച്ചു. അതിനിപ്പോൾ ഞാനല്ല, ഏത് പോലീസുകാരനും അതേ ചെയ്യൂ. അപ്പൊ പ്രകാശനും ചെയ്തു. CIക്ക് അവൻ പരാതി കൊടുത്തു. SI തല്ലിയ CIക്കല്ലേ പരാതി കൊടുക്കേണ്ടത്? പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പം എന്താ സംഭവിച്ചത്? നിന്റെ ദിനേശൻ ചേട്ടനും കൂടെ പ്രകാശൻ ചേട്ടൻ്റെ കൂടെ അങ്ങ് കൂടി. എന്നിട്ട് അവർ രണ്ടുപേരും ജോയിൻ്റ് ആയി. എന്നിട്ടിപ്പോൾ എന്താ, ഞാൻ ആരായി? ഞാൻ പ്രതിയായി, അവരൊന്നായി. സത്യമായിട്ട് പ്രകാശനെ തല്ലിയതല്ലേ പ്രശ്നമായത്? തല്ലാൻ ഞാൻ പറഞ്ഞായിരുന്നോ? പിന്നെ മുഖത്ത് നോക്കി ചീത്ത വിളിക്കണവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണോ? നിന്റെ വാക്ക് കേട്ടതാണ് എനിക്ക് പറ്റിയ തെറ്റ്. ശരി, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഞാൻ പറഞ്ഞില്ലേ അവരോട് പറഞ്ഞ് പരാതി പിൻവലിപ്പിക്കാമെന്ന്. ആർഷേ, ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ട് DYSP എന്നെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കുന്നേ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ നീ വിവരം അറിയും. സുമിത്രേ, നിനക്ക് ഫോൺ കേട്ടോ. യോ, അവിടെ ആങ്ങളെ ജയരാമനല്ലേ? സുമിത്രേ, നിനക്ക് ഫോണ്. അയ്യോ ജയരാമേട്ടൻ, ഇതിപ്പോ പുറത്തിറങ്ങി. ഹലോ, ആ ഏട്ടാ, ഏട്ടൻ എവിടെയാ? അയ്യോ അങ്ങനൊന്നും അല്ല ഏട്ടാ, ഏട്ടൻ വിചാരിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങള്. ഏട്ടാ ഞാൻ ഹലോ ഹലോ എടി, എന്നാന്ന് വെച്ചാ വാ തുറന്ന് പറയടി. ജയരാമേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന്. നേരെ വീട്ടിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഞാൻ പവിത്രേട്ടൻ്റെ കൂടെ ഇറങ്ങി വന്ന കാര്യം. ആകെ കലിപ്പിലാണ്. ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഊഹിച്ചൂടെ എന്തിനാണെന്ന്. കാര്യം വലിയ ചട്ടമ്പയൊക്കെ ആണെങ്കിലേ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനാ. പണ്ടൊരിക്കൽ ഒരുത്തൻ എന്നെ കമന്റ് അടിച്ചു കഴിഞ്ഞേ അവന്റെ മൂക്കിടിച്ച് പരത്തി. 2 ആഴ്ചയാ സബ് ജയിലിൽ കിടന്നത്. ഇപ്പോഴും ആ കേസ് തീർന്നിട്ടില്ല. എന്റെ ദൈവമേ, ഇങ്ങോട്ടൊക്കെ വന്ന പവിത്രേട്ടനറിയോ എത്ര പേരെ എന്നെ കല്യാണം ആലോചിച്ച് വന്നേന്ന്? അവർക്കൊക്കെ എന്നെ ഇഷ്ടപ്പെടുകയും ചെയ്തയാ. പക്ഷെ ജയരാമേട്ടൻ അവരെ ആരും ഇഷ്ടപ്പെട്ടില്ല. വലിയ വീടും കാറും ഒരുപാട് ശമ്പളം ഒക്കെ ഉള്ള ഒരാൾക്ക് എന്നെ കെട്ടിച്ചു കൊടുക്കുള്ളതാണ് ജയരാമേട്ടന്റെ വാശി. നല്ല വാശി. ആകളെയാണ് ലോക ഗുണ്ട, പെങ്ങളെ IAS കൊണ്ട് കെട്ടിക്കണോന്ന് വാശി. കൊള്ളാം. ഇതങ്ങനെ തമാശയായിട്ടൊന്നും കാണണ്ട പവിത്രേട്ടാ. നിങ്ങളെ എന്നെ കെട്ടിയെന്ന് അറിഞ്ഞാലുണ്ടല്ലോ ജയരാമേട്ടന്റെ തനി നിറം നിങ്ങൾ കാണും. ഒന്നാമത് വീടും ഇല്ല, ജോലിയില്ല, കാറും ഇല്ല. എന്തായാലും ഇന്നിവിടെ ഒരു വഴക്ക് നടക്കും. പിന്നെ വഴക്കുണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരട്ടെ? അല്ല, സത്യത്തിൽ എന്തിനാ ഇങ്ങോട്ട് വന്ന് വഴക്കുണ്ടാക്കുന്ന പുള്ളി? ജയരാമേട്ടൻ വീട്ടിൽ ചെന്നപ്പോ അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയോ? പവിത്രേട്ടൻ എന്നെ തട്ടിക്കൊണ്ട് വന്നെന്ന്. ഞാനോ? എപ്പോ? കാര്യം ഞാൻ എന്റെ ഇഷ്ടത്തിന് ഇറങ്ങി വന്നെങ്കിലും അതൊന്നും പറഞ്ഞ ജയരാമേട്ടൻ സമ്മതിക്കത്തില്ല. പവിത്രേട്ടൻ എന്തെങ്കിലും ചെയ്യുമെന്നാ പറയുന്നത്. പിന്നെ എന്നെ ചെയ്യാൻ വേണ്ടിട്ട്? ചേടാ, നീ നിന്റെ ഇഷ്ടത്തിനുള്ള വെട്ടിയും പ്രമാണം എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നിട്ട് അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് നീ തന്നെ അങ്ങ് പണഞ്ഞാ മതി. അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല. നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കാനുള്ള ക്ഷമയൊന്നും ഇല്ല അങ്ങേർക്ക്. വല്ല ആയുധം കൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത്, അത് ഉറപ്പാ. പവിത്രേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ? പവിത്രേട്ടൻ കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കാവോ? ഞാനെന്തിനാ മാറി നിൽക്കുന്നത്? അല്ല, അത് ആയുധം കൊണ്ട് വരുമ്പോ എന്നത്? പിന്നെ നീ നിന്റെ ഇഷ്ടപ്രകാരമുള്ള വെട്ടിയും പ്രമാണം എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നു വെച്ചിട്ട് നിന്റെ ആങ്ങളെ ചോദിക്കാൻ വേണ്ടി വരാൻ നേരത്ത് ഞാൻ എന്തിനാണ് എന്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്? പിന്നെ എന്ത് ചെയ്യും? മുന്നും പിന്നെ നോട്ടമില്ലാത്ത മനുഷ്യനാ. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ഒന്നും പറഞ്ഞേക്കരുത്. പിന്നെ എന്നെ എന്തെങ്കിലും ചെയ്താലേ ഇവിടെ ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട്. SI സത്യപാലൻ സാറും ഞാനും തമ്മിലുള്ള ഇരിപ്പോശ നിനക്ക് എന്നാന്നറിയാലോ. പിന്നെ ഡെയിലി വെട്ടും കുത്തുമായിട്ട് സ്റ്റേഷൻ കയറി ഇറങ്ങുന്ന മനുഷ്യർക്ക് എന്തോന്ന് SI. എന്റെ പൊന്നു പവിത്രേട്ട, ഇവിടെ ചോര പുഴ ഒഴുകും. ഞാൻ പറയുന്നു, ഒന്ന് കേൾക്ക് നിങ്ങള്. പവിത്ര, അമ്മ എന്നാ അമ്മേ? എന്താടാ നീ പുറത്തോട്ടൊന്നും പോണില്ല? മണി 8 ആയല്ല. എടാ, ആണുങ്ങളായാലുണ്ടല്ല രാവിലെ പണിക്കിറങ്ങി പോണം.
അല്ലാണ്ട് പെണ്ണുമ്പിള്ളനെ കെട്ടിപ്പിടിച്ച് മുറിയുടെ അകത്ത് കയറിയിരിക്കലല്ല വേണ്ടത്. പോണോ അമ്മച്ചി, എങ്ങോട്ടേലും ഇറങ്ങി പോണോ എനിക്ക്? ആ പോവും. നീ കുറെ നേരം മുറിയുടെ അകത്ത് ഇരുന്ന് കുണുകുണുന്ന് പറയണം, ഞാൻ കേക്കണ്ടതൊക്കെ. ചെറിയൊരു പ്രശ്നമുണ്ടമ്മേ. സുമിത്രയുടെ ആങ്ങളയില്ലേ ജയരാമൻ, ആ പുള്ളി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പുള്ളി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞത് സുമിത്ര എൻ്റെ കൂടെ ഇറങ്ങി പോകുന്നുള്ള കാര്യം. പുള്ളി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. എന്തിന്? പിന്നെ ജയിലിൽ നിന്ന് വരുന്ന അളിയൻ പിന്നെ ഇങ്ങോട്ട് കയറി വരുന്നത് എന്തിനാ? എൻ്റെ അമ്മച്ചി ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഒന്നാമത്തെ കാര്യം അവന് ബുദ്ധിയും ബോധവും വെളിവൊന്നും ഇല്ലാത്തവനാ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അടി. എനിക്കാണ് കൈയും കാലും വിറയ്ക്കുന്നത് അവൻ്റെ അമ്മ. നീ ഒരു ആണല്ലേടാ, എന്തിനാടാ ഇങ്ങനെ പേടിക്കണത്? ആനല്ലേന്ന് മതവിളക്കി വരുന്ന ആനയുടെ മുന്നിൽ ചെന്ന് മസിലും പെരുപ്പിച്ച് വന്നിട്ട് എന്നാ കാര്യം? അമ്മ ഒരു കാര്യം ചെയ്യമ്മേ, നമ്മുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ ഒന്ന് വിളിക്കമ്മേ. മുണ്ടക്കയത്തെ അമ്മാവനെയും കല്ലറയിൽ അളീനെയൊക്കെ ഒന്ന് വിളിക്കമ്മേ. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും, സത്യം അത്. കഷ്ടം, ഇങ്ങനെ ഒരാണ്. പൊന്നോ, അവൻ പറഞ്ഞത് നേരെയാണ് അടി. എന്ത്? നിന്റെ ആങ്ങളെ ഇങ്ങോട്ട് വന്നെന്ന്. ആ, എന്തിനാ ഇങ്ങോട്ട് വന്ന? എന്തിനായിരിക്കും? എന്തിനായിരിക്കും? എൻ്റെ അമ്മച്ചി, ഈ ജയരാമേട്ടൻ ജയിലിൽ പോകുന്ന ടൈമിൽ ഞാൻ വീട്ടിലുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഞാൻ വീട്ടിലില്ല. ഈ സ്വാഭാവികമായിട്ടും ഒളിച്ചോടിപ്പോയ പെങ്ങന്മാരെ തിരക്കി ആങ്ങളമാരെന്താ ചെയ്യുക? എന്ത് ചെയ്യും? അതുപോലും അമ്മച്ചിക്ക് അറിഞ്ഞില്ലേ? പെങ്ങളെ തട്ടിക്കൊണ്ട് പോയവനോട് ചോദിക്കാൻ ചെല്ലും. നീ കുറ്റിയും പറിച്ചങ്ങൾ കയറി വന്നതല്ലേ, നിന്നെ തട്ടിക്കൊണ്ട് വന്നേക്കണ? അതൊന്നും ആരും വിശ്വസിക്കില്ല. പിന്നെ എൻ്റെ ജയരാമേട്ടനെ സാധാരണ ആങ്ങളമാരെ പോലൊന്നും അല്ല, ചെറു പ്രായത്തിലെ ഗുണ്ടയായതാ. അതുകൊണ്ട് ഏതാ എന്താ എങ്ങനെയാന്നൊന്നും പറയാൻ പറ്റില്ല. എന്റെ മോനെ ദ്രോഹിച്ചാലുണ്ടല്ല, ഏത് ജയരാമനാണെങ്കിലും വിവരം അറിയും. ഞങ്ങൾ അവന് നന്നായിട്ട് അറിയാൻ പാടില്ല. എന്നിട്ടാണോ കുഞ്ഞാല മോൻ അപ്പുറത്ത് ഇതിങ്ങനെ കിളികിലാ വിറയ്ക്കുന്നത്? എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞാൽ അതും കേൾക്കത്തില്ല. നല്ല ന്യായം. നീ എവിടത്ത് വന്നതിന് എന്റെ മോനെ എന്തിനാണ് മാറി നിൽക്കണത്? ആയ്, അല്ലാതെ എന്ത് ചെയ്യും? എന്റെ ജയരാമേട്ടനെ എന്നെ ഒന്നും ചെയ്യില്ല. പിന്നെ കളി തീർക്കുന്നത് പവിത്രേട്ടനോടായിരിക്കും. ദേ, തല്ലു കൊണ്ടിട്ട് എന്റെ അടുത്ത് ചോദിക്കാനൊന്നും വന്നേക്കരുത്. അവൻ തല്ലാൻ ഇങ്ങോട്ട് വരട്ടെ, ഇവിടെ വെട്ടുകത്തിയിരിപ്പുണ്ട്. ഞാൻ ആലോചിക്കുന്ന അതല്ല. ജയരാമേട്ടൻ വരുമ്പോ ഞാൻ വേറെ ഇടപെടുത്താലോ? ഓടിച്ചെന്ന് ആ കാലെ പിടിച്ച് കരഞ്ഞിട്ട് പവിത്രേട്ടനല്ല എന്നെ തട്ടിക്കൊണ്ട് പോയത്, ഈ നിൽക്കുന്ന അമ്മയെന്ന് പറഞ്ഞാലോ? പിന്നെ ഈ വെട്ടുകത്തിയുടെയും കോടാലിയുടെ ഒക്കെ കാര്യത്തിലൊരു തീരുമാനമാകും. നോക്കിയും കണ്ട് നിന്നോ. ഞാൻ വന്നു കയറി അന്ന് തൊട്ട് നിങ്ങൾ എന്നെ മെക്കിട്ട് കയറുന്നതല്ലേ. എന്റെ ജയരാമേട്ടൻ ഇങ്ങ് വരട്ടെ. നീ എന്തിനാണ്ട് ഇങ്ങനെയൊക്കെ പറയണം? ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയല്ലേ? അത് ജയരാമേട്ടൻ അറിയില്ലല്ലോ. എന്തായാലും എന്റെ ജയരാമേട്ടൻ ഇങ്ങ് വരട്ടെ, കാണിച്ചു തരാം. അരിഞ്ഞോ. സ്വന്തം അളിയാൻ വരുന്നതിനാണോ പവിത്ര ഇങ്ങനെ പേടിക്കുന്നത്? ഇക്കാലത്ത് കാര്യങ്ങൾ നടക്കണമെങ്കിലേ നമുക്ക് ബന്ധുബലം വേണം. എന്റെ സാറേ, ഇതിന്റെ ബന്ധുബലവും നല്ല പറയുന്നത്. പിന്നെ ബലമുള്ള ബന്ധു അലമ്പുണ്ടാക്കാൻ വേണ്ടി വരുന്നു എന്ന് വേണം പറയാൻ. ഞാൻ ഈ സുമിത്രയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകുന്ന സമയത്ത് ഇവൻ വീട്ടിലെങ്ങും ഇല്ല. ഒന്നാമത്തെ കാര്യം, ഇവൻ വീട്ടിൽ കാണത്തില്ല. അവൻ ഈ പുറത്ത് അടിബോളം ഉണ്ടാക്കി നടക്കുന്നതാണ് ഇവന്റെ മെയിൻ പരിപാടി. ഇപ്പൊ തന്നെ ആ ജംഗ്ഷനിലുള്ള ആ സ്വർണ്ണക്കടയിൽ ചെന്ന് പിരിവ് ചോദിച്ചിട്ട് അവർ കൊടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ മുതലാളിയെ തല്ലി റിമാൻഡിലായിരുന്നു. ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവൻ ഇറങ്ങുമ്പോൾ ആദ്യം അവന്റെ കാതിലോട്ട് ചെല്ലുന്ന അവന്റെ പെങ്ങളെ അടിച്ചോണ്ട് പോയ കഥയായിരിക്കും. ഇപ്പൊ എന്റെ പുറത്ത് കയറാൻ വേണ്ടി ഇങ്ങോട്ട് വരും. അതിന് സുമിത്ര ഇവിടെ ഇല്ലേ? അത് കൊള്ളാം. സ്വന്തം ആങ്ങളെ സ്വന്തം ഭർത്താവിനോട് വഴക്കടിക്കാൻ വരുമ്പോ തടയാനുള്ള ഉത്തരവാദിത്തം ആർക്കാ? സുമിത്രക്ക്. നിങ്ങൾക്ക് അതൊക്കെ പറയാവുന്നേ. സുമിത്ര പറയുന്നതൊന്നും അവൻ നിൽക്കൊന്നുമില്ല. പോരാഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ നാക്കും കൂടെ. അവർ വാ തുറന്നാ മതി, ചത്ത് കിടക്കുന്ന ശവം വരെ അവരെ തല്ലിയച്ചേ പോകുള്ളൂ. ഇക്കാര്യത്തിൽ പവിത്രന് മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. പവിത്ര സംസാരിച്ചത് ശരിയാക്ക്. എൻ്റെ സാറേ, ഞാൻ ഇവിടെ ഇത്ര നേരം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ഭയങ്കര കഷ്ടം കേട്ടോ. അവനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നതും വെട്ടാൻ വരുന്ന പോത്തിനോട് പറയുന്നതും ഒരുപോലെയാ. ആണോ? പിന്നെ അല്ലേ, അവന് വെട്ടൊന്നും മുറിരണ്ട്. ഇത് അവന്റെ പ്രകൃതം. അവനാണ് പുറത്ത് കിടക്കുന്നേക്കാളും ഏറ്റവും ഇഷ്ടം ജയിലിനകത്ത് കിടക്കുന്ന. അതപ്പോൾ പണിക്ക് പോകണ്ടല്ലോ, 3 നേരം ആഹാരം ഉണ്ട്. അവനകത്ത് അങ്ങ് കിടന്നാൽ മതി അവന്. എനിക്ക് മനസ്സിലാവാത്ത നിങ്ങൾ ആണുങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഒരാൾ തല്ല വരുമ്പോഴത്തേക്ക് പേടിച്ച് ഓടുകയാണോ ചെയ്യേണ്ടത്? ദേ, വീട്ടിൽ നല്ല വെട്ടുക തിരിപ്പുണ്ടോ? കേറി വരുമ്പോ തന്നെ ഒരു വെട്ടങ്ങ് വെച്ച് കൊടുത്തേക്കണം. വെട്ടാനോ? അല്ല പിന്നെ അനക്കെന്നാടി പ്രാന്താ? ആ വരുന്ന ആരാ? പവിത്രന്റെ ഭാര്യയുടെ ആങ്ങള. ആണോ? അളിയൻ. അയാളെ വെട്ടാൻ അന്നേ പിന്നെ ഒരു കാര്യം ചെയ്യും. അയാൾ ഇങ്ങ് വരുമ്പോ തന്നെ ഓടിച്ചെന്ന് കാലെ കെട്ടി വീണിട്ട് ഒന്ന് അങ്ങ് കരഞ്ഞു കാണിച്ചേക്ക്. ദേ ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ടെങ്ങാനും ആയിരിക്കണ്ടിരുന്ന് നല്ല വെട്ട് കഴുത്തിന് തന്നെ ഞാൻ വെച്ച് കൊടുത്തേനെ. ഇവള് സംസാരിക്കുന്ന കേട്ടാത്തൊന്നും ഇവർക്ക് സ്ഥിരം വെട്ടായിരുന്നു ജോലി. ഇന്നേ വരെ ഒരു ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ല. പേടിത്തുണ്ടി പാറ്റയെ കണ്ടാ പേടിച്ചോടും. പവിത്ര, കേട്ടിടത്തോളം ആളിച്ചിരി പ്രശ്നക്കാരനാണ്. പവിത്ര ഒരു കാര്യം ചെയ്യും, സത്യപാലൻ സാറിനോട് കാര്യം പറ. എന്തെങ്കിലും അത്യാവശ്യം വരെയാണെങ്കിൽ പുള്ളിയെ വിളിക്കാമല്ലോ.
എന്നാ ആലോചിക്കണ്ടെന്നേ പറയും. പറയാല്ലേ? സത്യേട്ടാ, ഇനി ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം? പ്രകാശനോട് ദിനേശനോട് ഞാൻ സംസാരിച്ചോളാം. സത്യേട്ടൻ സ്റ്റേഷനിൽ പോവാൻ നോക്ക്. ഞാനിത് ലീവാ. പോലീസിൽ ഇതൊക്കെ സാധാരണമല്ലേ സത്യേട്ടാ? ഇതിനൊക്കെ ഇങ്ങനെ മൂഡ് ഓഫ് ആയാലോ? പോയി കുളിച്ചിട്ട് വാ. ആദ്യം പ്രകാശം കേസ് പിൻവലിക്കട്ടെ, എന്നിട്ട് ഞാൻ പൊക്കോളാം. പ്രകാശൻ കേസ് പിൻവലിച്ചോളും. ഞാൻ എന്തായാലും ഇന്ന് പോകുന്നില്ല. ദേ ആരോ വന്നിട്ടുണ്ട്. പോയി നോക്കാം അങ്ങോട്ട്. എന്താ പവിത്ര? സാറല്ലേ അകത്ത്? സാറ് മുഴുവട്ടായിട്ട് അകത്തിരിപ്പുണ്ട്. ഇന്ന് പതിവില്ലാതെ ലീവ് കൊടുത്തിട്ടുണ്ട്. അയ്യോ, എന്നാ കാര്യം? കാര്യം എന്താന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. പവിത്ര തന്നെ ചോദിച്ചാൽ മതി, ഞാൻ വിളിക്കാം. സത്യേട്ടാ, ദേ പവിത്ര വന്നിരിക്കുന്നോ? എന്താ പവിത്ര, സാറിനെ കണ്ടിട്ട് അത്യാവശ്യം എന്തെങ്കിലും ശുപാർശയാണെങ്കിൽ ഇന്ന് നടക്കുമെന്ന് തോന്നില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. ശുപാർശ ഒന്നുമല്ല, ഇതെന്റെ സ്വന്തം കാര്യമാണ്. എനിക്ക് സാറിനെ കണ്ടേ പറ്റുള്ളൂ. ഇടപെടുവാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഇടപെട്ടിട്ട് കാര്യമില്ല, ഇന്ന് ഇടപെട്ടിട്ടേ കാര്യമുള്ളൂ. എന്താണ് സാർ, ഞാൻ വൻ പ്രശ്നത്തിലാണ് സാറേ. സാറ് വിചാരിച്ചെങ്കിൽ മാത്രമേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുള്ളൂ. നീ കാര്യം പറ പവിത്ര, എന്താ കേസ്? ഇപ്പം ഭീഷണി കേസാണ്. അത് കുറച്ച് കഴിയുമ്പോൾ ഒരു ചീത്തവിളി കേസാവും, പിന്നെ അത് അടിപിടി കേസാവും, പിന്നെ അത് കൊലപാതക കേസാവും. പവിത്ര, എനിക്ക് മനസ്സിലായില്ല. ആരെ കൊല്ലുന്ന കാര്യം നീ കാര്യങ്ങൾ തെളിച്ചു പറ. സാർ, ഈ ജയരാമൻ എന്ന് പറയുന്ന ഗുണ്ട പവിത്രനായ എന്നെ കൊല്ലുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞത്. എന്താ പ്രശ്നം? അതൊരു പെണ്ണ് കേസാ സാറേ. പെണ്ണ് കേസാ? പവിത്രം പെണ്ണ് കേസിലൊക്കെ പെട്ടു തുടങ്ങിയല്ലേ? ഞാനിത് പ്രതീക്ഷിച്ചു. അപ്പുറത്തെ മൃഗമായിട്ടാണല്ലോ സഹവാസം, അപ്പൊ ഇതും ഇതിലപ്പുറവും സംഭവിക്കും. ആ പെണ്ണ് കേസിന് കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഇതൊരു കല്യാണ കേസാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പെണ്ണ് കേസാണെന്ന് പറഞ്ഞു? അല്ല, കല്യാണമാകുമ്പം പെണ്ണുണ്ടാവുമല്ലോ. നീ പ്രശ്നം എന്താ വെച്ചാൽ പറയും. സാറ്, നാട്ടിലെ പേര് കേട്ടൊരു ഗുണ്ട പുള്ളി ഏതോ ഒരു കേസിൽ അകത്തു പോകുന്നു. ഈ സമയം പുള്ളിയുടെ പെങ്ങൾ നാട്ടിൽ മാന്യനും മര്യാദക്കാരനുമായ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നു, കല്യാണം കഴിക്കുന്നു. ജാമ്യത്തിൽ ഇറങ്ങിയ ഗുണ്ട അറിയുന്നത് സ്വന്തം പെങ്ങൾ വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയെന്നാണ്. ഈ പെങ്ങളുടെ ഫോണിൽ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഇന്ന് അങ്ങോട്ട് വരുന്നുണ്ട് സാർ, ഒരു കൊലപാതകം നടക്കും സാർ, എന്നെ രക്ഷിച്ചേ പറ്റുള്ളൂ. പവിത്ര, എനിക്കിപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല. സാറേ, ഈ ജാമ്യത്തിൽ ഇറങ്ങിയ ഗുണ്ടയുടെ പേര് ജയരാമൻ, ഒളിച്ചോടിപ്പോയ പെങ്ങളുടെ പേര് സുമിത്ര. ഈ സുമിത്ര ഒളിച്ചോടിപ്പോയത് പവിത്രൻ എന്ന് പറയുന്നത് എൻ്റെ ഒപ്പമാണ് സാർ. അവൻ ഇന്ന് വീട്ടിൽ വരുമെന്ന് പറഞ്ഞേക്കുന്നത്. സാർ, എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം പ്ലീസ്. പിന്നെ നിന്റെയൊക്കെ കുടുംബ പ്രശ്നം പരിഹരിക്കാനല്ലേ ഇവിടെ പോലീസ്. നിന്റെ പണിയൊക്കെ പോകാൻ നോക്കുക. സാറും കൂടെ എന്നെ കൈ ഒഴിഞ്ഞ ഈ ജയറാമിന്റെ സ്വഭാവം സാറും അറിയാൻ പാടില്ലാത്തോണ്ടാ. അവൻ പറഞ്ഞ പോലെ ചെയ്യുന്നതാണ്. പവിത്ര, എന്ത് പറഞ്ഞാലും കാര്യമല്ല, ഞാൻ ഈ കേസിൽ ഇടപെടില്ല. നീ അത് നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കാൻ നോക്കും. സത്യേട്ടൻ എന്ത് വർത്താനം പറയുന്നത്? ഒരാൾക്കൊരു ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലീസുകാരനോടല്ലോ ആരോടാ പറയുന്നേ? ആർഷേ, നീ മിണ്ടരുത്. നിന്റെ ഒരാളുടെ വാക്ക് കേട്ട് ഒരു കുടുംബ പ്രശ്നം പരിഹരിച്ചത് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കണേ. ഇനി ഇമാതിരി ഒരു കേസിൽ ഞാൻ ഇടപെടില്ല. സത്യേട്ടൻ പവിത്രൻ അയാൾ എന്തെങ്കിലും ചെയ്താലോ? ചെയ്താൽ ശവം അടക്കിന് ഞാൻ പോവും, ഒരു റീത്തും മേടിച്ചു വെക്കും, അത്ര തന്നെ. സാറും കൂടെ എന്നെ കൈവിടിയരുത്. കൈവിടും, ഇല്ലെങ്കിൽ ദോഷം എനിക്കാ. പ്രശ്നം തീർന്ന് നിങ്ങൾ അളിയനും ഒന്നാകുമ്പോൾ ഞാൻ കേസിൽ പ്രതിയാവും. ഒരനുഭവത്തിൽ നിന്ന് പഠിച്ചില്ലെങ്കിലേ ഞാൻ വെറും പൊട്ടനായി പോവും. പൊട്ടൻ. ഇതെന്നെ മെമ്പർ സാർ ഇങ്ങനെ? അതിപ്പോ സത്യേട്ടൻ പറഞ്ഞ പോലെ അനുഭവങ്ങളാണല്ലോ മനുഷ്യർ ഓരോന്ന് പഠിപ്പിക്കുന്നേ. ഇനിയിപ്പോ സത്യേട്ടനെ പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല. പവിത്ര ചെല്ലാൻ നോക്ക്. ശരി. എന്റെ ദൈവം, ഇനി ഞാൻ ആരോട് ചെന്ന് പറയാൻ വേണ്ടിട്ട്? ആരുമില്ലേ അവിടെ? സുമിത്രേ, ഇറങ്ങി വാടി. ഞാൻ ജയരാമനാ, ഇറങ്ങി വാടി. അയ്യോ ജയരാമേട്ടൻ, ഞാൻ ജയിലിൽ പോയ തക്കത്തിന് നീ പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങിയല്ലേടി? അയ്യോ ജയരാമേട്ട, പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. പ്രശ്നം ഉണ്ടാക്കരുന്നോ? എടി, പെങ്ങൾ ഒളിച്ചോടി പോയെന്ന് കേട്ടാ പ്രശ്നം ഉണ്ടാക്കാത്ത ആങ്ങളെ ഉണ്ടോടി? എവിടെടി നിന്റെ കോന്തം ഭർത്താവ്, ആ പവിത്രൻ? പവിത്രൻ ഇവിടെ ഇല്ല. ജയരാമേട്ടൻ പോയിട്ട് പിന്നെ വാ. പോയിട്ട് പിന്നെ ഞാൻ ഇൻസ്റ്റാൾമെന്റ് വെച്ചോക്കാരനെ വിളിയടി അവനെ. ഓ, ഇതാണോ രാധാമണി അമ്മ? ഇവരും കൂടെ അറിഞ്ഞിട്ടാണോ പവിത്രൻ നിന്നെ വിളിച്ചിറക്കൊണ്ട് വന്നത്? എന്നാ ഇന്ന് എവരുടെ അവസാനോ? അയ്യോ അമ്മച്ചി, ഇത് ജയരാമേട്ടൻ. പിന്നെ നീ എന്നെ മൂക്കി വലിച്ചു കയറ്റും. ഒന്നാമത്തെ കാര്യം, നിന്റെ പെങ്ങളെ വിടാതെ തട്ടിക്കൊണ്ടു വന്നതല്ല, അവള് പെട്ടിയും കിടക്കെ കേട്ട് ഇങ്ങോട്ട് കയറി വന്നതാണ്. പിന്നെ പാവമല്ലെന്നോർത്ത് കിടക്കാൻ സ്ഥലം കൊടുത്ത്, അത്രേ ഉള്ളു. പിന്നെ
എന്റെ അറിവോട് കൂടിയാണോ വന്നു കയറിയെന്ന് ചോദിച്ചാ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും സമ്മതിക്കൂല. എനിക്കാണെങ്കിൽ അവളെ കണ്ണിന് കണ്ടുകൂടാ. പിന്നെ പവിത്രൻ, ഞാൻ പറഞ്ഞ അവൻ കേക്കണ്ടേ, അവന്റെ കഷ്ടകാലം തുടങ്ങി. ഓഹോ, അപ്പൊ എന്റെ പെങ്ങളെ പറ്റി അപവാദം പറയുന്നു. തള്ളേ, നിനക്ക് എന്നെ അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. ചോര കണ്ട് അറപ്പ് മാറിയവനാ ഞാൻ. ഈ തള്ള ഞാൻ ഇന്ന് കൊല്ലും. ഓടി, ഇറങ്ങടി, ഇറങ്ങടി. അയ്യോ ജയജമേട്ട ഒന്നും ചെയ്യല്ലേ, ഒന്നുമില്ലല്ലോ, പവിത്രന്റെ അമ്മയല്ലേ. ഇവരെ തട്ടും. അയ്യോ ഒന്നും ചെയ്യല്ലേ. അയ്യോ നാട്ടുകാരെ ഒന്ന് ഓടി വരണേ. നാട്ടുകാരെ വിളിക്കരുത്. നാട്ടുകാരെ വിളിച്ചാൽ നാട്ടുകാരെ മുമ്പിട്ട് വരെ തട്ടും. നടക്കും, നടക്കും, അയ്യോ ഈശ്വര, അമ്മച്ചിയുടെ കാര്യത്തിൽ തീരുമാനമായി. പവിത്രേട്ടാ, പവിത്രേട്ടാ, ജയരാമേട്ടൻ വന്നു. ജയരാമേട്ടൻ അല്ല, അമ്മയുടെ കഴുത്തിൽ കത്തി വെച്ചോണ്ട് അകത്തോട് പോയിരിക്കുക. നീ മാറിക്കേ, അങ്ങോട്ട് പോവല്ലേ, ജയരാമേട്ട ഉപദ്രവിക്കും. നീ വിട്ടേ, എന്റെ അമ്മ അകത്ത് നിൽക്കല്ലേ. അയ്യോ പവിത്രേട്ട, നമ്മൾ പറയുന്ന പോലെ അല്ല ജയരാമേട്ടന്റെ സ്വഭാവം. വെട്ടൊന്ന് മുറിരണ്ടെന്നാ. പവിത്രേട്ടൻ ഒരു കാര്യം ചെയ്യും, പോലീസിനെ വിളിക്ക്. പോലീസ് ഒന്നും വിളിച്ചാൽ വരുമൊന്നുമില്ല, ഞാൻ സത്യപാല സാറോട് ചെന്ന് പറഞ്ഞാ. അയ്യോ അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നീ വന്നേ, കഴിക്കുമോനെ, കഴിക്കാതെ നല്ല ക്ഷീണിച്ചു പോകും. ഗുണ്ടകൾക്ക് വേണ്ടതേ നല്ല ആരോഗ്യമാണ്. സത്യം പറഞ്ഞ ഇന്നലെ ഉച്ചയ്ക്ക് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒന്നും കഴിച്ചിട്ടില്ല. വിശന്ന് എന്റെ കണ്ണ് കാണാൻ വയ്യ. വീട്ടിൽ ചെന്ന് അച്ഛനോട് ചോദിക്കാൻ പറ്റും, അച്ഛൻ ചൂലെടുക്കും. നാട്ടുകാർക്ക് ഇപ്പൊ പഴയതുപോലെ ഗുണ്ടകളെ വിലയില്ലല്ലോ. ഉരുട്ടി അങ്ങോട്ട് വിഴുങ്ങ്, അടി ഇങ്ങോട്ട് പോരട്ടെ, എന്നാലും ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാവുള്ളൂ. ഞാൻ വന്ന് ചോറിടലോട്ട് ഞാൻ വന്നേ വെള്ളം വേണോ? വെള്ളം. ഞാൻ സുമിത്രയുടെ അടുത്ത് ചോറ് വയ്ക്കാനാണ് സത്യം പറഞ്ഞാൽ വന്നത്. നമുക്ക് ഈ ഭിക്ഷക്കാരെ പോലെ ഇരക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ സംസാരമല്ല, കത്തി കൊണ്ടാണല്ലോ. കത്തി ഇല്ലാതെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അതൊക്കെ പോട്ടെ. ആ, ഒരാളെ തല്ലുന്നതിന് എത്രയാണ് നിങ്ങളുടെ റേറ്റ്? അത് തല്ലുകൊള്ളുന്നതിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. പെണ്ണുങ്ങളെ തല്ലുവാ? ഞങ്ങൾക്ക് അങ്ങനെ കൊണ്ടാ കാണും പെണ്ണെന്ന് വ്യത്യാസമില്ല. ആരെ കെട്ടല്ലോ അടിക്കും, പട്ടി അടിക്കലൊക്കെ അടിക്കും. പട്ടിനെ തല്ലണ പോലെ എനിക്ക് ഒരാളെ തല്ലാനുണ്ട്. അതിന് കാശ് റെഡിയാക്കിയിട്ട് ഞാൻ മോനെ വിളിക്കാം. വിളി, നമുക്ക് അടിച്ചു ലെവല് അവരെ. ഇച്ചിരി വെള്ളം കുടിക്കും, ഇച്ചിരി കൂടി ചോറ്, അത് എതിരിടും. ഇച്ചിരി പറയും അത് കഴിച്ചാ